സാറേ, TCS കേസ് നമ്മളത് ലഭ്യമായ എല്ലാ വിവരങ്ങളും പ്രേക്ഷകരോട് പങ്കുവച്ചതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ പുതിയ വസ്തുതകൾ, പ്രത്യേകിച്ച് നിദ ഖാൻ എന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലേറ്റസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയും. അതായത് ഇന്നലെ കോടതിയിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയുടെ മുമ്പാകെ വെച്ചു. അതായത് ഈ കേസിലൊരു പ്രതിയായിട്ട് നിദ ഖാൻ എന്ന് പറഞ്ഞിട്ട് TCS ഒരു എംപ്ലോയി, ടെലികോളർ. അവരാദ്യം HR മാനേജറാണെന്ന് വന്നു, പിന്നീട് അവരെ സസ്പെൻഡ് ചെയ്യുന്ന ഉത്തരവിൽ അവർ ടെലികോളർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് HR മാനേജർ ആദ്യം എല്ലായിടത്തും HR മാനേജർ തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ ഇവര് ഒളിവിലാണിപ്പോൾ. അപ്പോൾ ഒളിവിലായി ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാദത്തിൻ്റെ ഇടയ്ക്കാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, കാരണം ഇത്രമാത്രം ഇവർ ഇൻവോൾവ് ആണ് എന്നും പറഞ്ഞിട്ട് കുറേ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി. അതായത് ഒരു പരാതിക്കാരിയെ ഇവർ ഇസ്ലാമിലേക്ക് മാറ്റാൻ തീവ്ര ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു പരാതിക്കാരിയെ ഈ ഇസ്ലാമിക ആചാരങ്ങളൊക്കെ ആ പരാതിക്കാരിയെ എന്ന് പറഞ്ഞാൽ TCS ഒരു ജീവനക്കാരിയെ പഠിപ്പിച്ചു. വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് ബുർക്ക കൊടുത്തു, ആ എംപ്ലോയിക്ക് ബുർക്ക കൊടുത്തു. പിന്നെ പുസ്തകം കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ഖുർആനാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ആചാരങ്ങൾ വിശദീകരിക്കുന്ന എന്തെങ്കിലും പുസ്തകങ്ങൾ, ലഘുലേഖ പോലെ എന്തെങ്കിലും ആകാം. അതുപോലെ ഈ ഇസ്ലാമിക ആചാരങ്ങൾ എങ്ങനെ നിസ്കരിക്കാം, എങ്ങനെ പ്രാർത്ഥിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ആപ്സ് ഇത് ഈ ജീവനക്കാരിയുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ നോക്കി പഠിച്ചാൽ മതി ഇസ്ലാമാകാൻ. ഇടയ്ക്കിടയ്ക്ക് ഈ ജീവനക്കാരിയെ നിദ ഖാൻ വീട്ടിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് എങ്ങനെ നിസ്കരിക്കാം, എങ്ങോട്ട് നോക്കി നിസ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. പ്രാക്ടിക്കൽ. ഹിജാബ്, ബുർക്ക ഇതൊക്കെ എങ്ങനെ ധരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു. പേര് ഇപ്പോഴത്തെ ഈ ഹിന്ദു പേര് പറ്റില്ല, നമുക്കത് ഹാനിയ എന്ന് മാറ്റാം എന്നിവർ പേര് നിർദ്ദേശിച്ചു, ഹാനിയ എന്ന്. അപ്പോൾ ഈ പരാതിക്കാരി, അതായത് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ള ജീവനക്കാരി ഉണ്ടല്ലോ, ഇവരുടെ ഫോണിൽ നിന്ന് നിദ ഖാൻ കൊടുത്തിട്ടുള്ള ഇസ്ലാമിക റീലുകൾ, യൂട്യൂബ് ലിങ്കുകൾ, ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ ഇതൊക്കെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ, ഇതൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രതിയായിട്ടുള്ള ഡാനിഷ് ഷെയ്ഖ്, ടീം ലീഡർ, അവിടുത്തെ ഡാനിഷ് ഷെയ്ഖ് ഇവരുടെ വിദ്യാഭ്യാസ രേഖകളും മറ്റ് രേഖകളൊക്കെ പിടിച്ചു വാങ്ങി കയ്യിൽ വെച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ പരാതിക്കാരിയുടെ. അതെന്തിനാന്ന് വെച്ചാൽ മാലേഗാവിലെ ഒരു സ്ഥലത്ത് ഇത് ഏൽപ്പിക്കാനാണ് അയാൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു മാലേഗാവ് കണക്ഷൻ ഈ സംഭവത്തിന് വരുന്നു. പിന്നെ മാലേഗാവിൽ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ രേഖകൾ മലേഷ്യയിലേക്ക് അയക്കാനാണെന്നും അയാൾ പറഞ്ഞു. കാരണം ഈ പരാതിക്കാരിക്ക് ഒരു ജോലി മലേഷ്യയിൽ ഉണ്ടാക്കി കൊടുക്കാം എന്ന്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ ഇസ്ലാമിക ആചാരങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് മലേഷ്യയിലേക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ വിദ്യാഭ്യാസ രേഖകളൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരുന്നത്. രേഖ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരില്ലേ, അതിനാകാനേ തരമുള്ളൂ. അപ്പോൾ നിദ ഒളിവിലാണ്. അവരുടെ മൊബൈൽ ഫോൺ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് SIT കോടതിയിൽ ബോധിപ്പിച്ചു. മുൻകൂർ ജാമ്യം കൊടുക്കുകയല്ല, അവരെ പിടിച്ചിട്ട് മൊബൈൽ ഫോൺ കൈമാറുകയാണ് വേണ്ടത്. നിദ ഖാൻ്റെ വക്കീൽ രാഹുൽ കസ്ലിവാൾ അപ്പോൾ കോടതിയിൽ പറഞ്ഞു, മഹാരാഷ്ട്രയിൽ മതം മാറ്റ നിരോധന നിയമം നിലവിലില്ല. അപ്പം മതം മാറ്റ നിരോധനം നിലവിലില്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ഒരു കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല. മതസ്പർദ്ധ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ്. അതിന് മാത്രം ഇതിൽ ഈ കൺവെർഷൻ, മതം മാറ്റം നടന്നിട്ടും ഇല്ല എന്ന് നിദ ഖാൻ്റെ വക്കീല് വാദിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ഈ ഡാനിഷ് ഷെയ്ഖിൻ്റെ
സംഭവം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിലൊരു പുരുഷൻ പരാതിക്കാരനുണ്ട്. ഒരു പുരുഷനെയും ഇവർ പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പുരുഷനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അയാൾക്ക് ഒരു ഈദ് ദിവസം അയാളെ തൊപ്പിയൊക്കെ ഇടിയിച്ച് അയാളെ കൊണ്ട് കലിമ ചൊല്ലിക്കുകയും അയാളെ കൊണ്ട് നിസ്കരിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ആ പുരുഷ ജീവനക്കാരനും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം നിതാഖാനെതിരെയും ഈ മതം മാറ്റം പോലുള്ള പരാതികളുണ്ട്. ഈ ഡാനിഷ് ഷെയ്ഖിനെതിരെയും മതം മാറ്റ ശ്രമങ്ങളുടെ പരാതിയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ഇതിന് മാലേഗാവുമായിട്ടൊരു ബന്ധമുണ്ട്, ഇതിന് മലേഷ്യയുമായിട്ടും ബന്ധമുണ്ട്. അന്താരാഷ്ട്ര കണ്ണികൾ കൂടി സാധ്യതയുണ്ട് ഇതിനകത്തല്ലേ? അവിടെ സക്കീർ നായിക്ക് മലേഷ്യയിലല്ലേ ഉള്ളത്? സക്കീർ നായിക്ക് മലേഷ്യയിലാണ്. മാത്രമല്ല അവിടെ ജോലി തരാമെന്നൊക്കെ ഏൽക്കുന്നുണ്ടെങ്കില്ല. ഒന്നുകിൽ സാറ് പറഞ്ഞ പോലെ ഈ രേഖകൾ പിടിച്ചു വെച്ച് ഇവളെ അധീനപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന തന്ത്രമാവാം, അല്ലെങ്കിൽ മലേഷ്യ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗവുമാകാം, അതിലേക്ക് ഈ കുട്ടിയെ എത്തിച്ചു കൊടുക്കാനും ആവാം. അങ്ങനെയൊക്കെ ആവാമല്ലോ. ആവുമ്പോ എന്താണ് ഇപ്പൊ മഹാരാഷ്ട്രയിൽ മലേഷ്യയിലേക്ക് ഇങ്ങനെ കടത്താന്നൊക്കെ മാഷ് പറഞ്ഞില്ലേ, അത് അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പലരെയും സിറിയയിലേക്കൊക്കെ കടത്തിയിട്ടില്ലേ? പോയിട്ടുണ്ട് മുമ്പ്. ഇതൊക്കെ IS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. പിന്നെ ഈ നിതാഖാനും മറ്റേ ഡോക്ടർ സംഘവുമായിട്ടും ബന്ധമുണ്ട് എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നല്ലോ. അതെ അതെ, ഡൽഹിയിൽ സ്ഫോടനം നടത്തിയിരുന്നേ. അതെ അതെ, ഡൽഹി സ്ഫോടനത്തിലെ ഡോക്ടർമാർ, ഒരു സ്ത്രീ ഡോക്ടർ ഉണ്ടായിരുന്നില്ലേ അതിൽ? ആ സ്ത്രീയുമായിട്ട് ഇവർക്ക്, ആ ലേഡി ഡോക്ടറുമായിട്ട് നിതാഖാന് ബന്ധമുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു. നിതാഖാനായിട്ട് ബന്ധമുണ്ടെന്ന് വന്നില്ല. ഇതിൽ എനിക്ക് അറിയാത്തൊരു കാര്യം, ഇപ്പോൾ മതം മാറ്റം നിരോധന നിയമം എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും നിർമ്മിക്കാൻ പറ്റിയതാണോ? അതുണ്ട്, മധ്യപ്രദേശിലൊക്കെ ഉണ്ട്. ആന്റി കൺവേർഷൻ ലോ തമിഴ്നാട്ടിൽ ജയലളിത ഉണ്ടായിരുന്ന കാലത്തും കൊണ്ടുവന്നിരുന്ന. അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ അങ്ങനെ നിയമം നിർമ്മിക്കാൻ പറ്റിയൊരു വകുപ്പാണോ? ഉണ്ട്. അത് ശരി, മതം മാറ്റ നിരോധന നിയമം അല്ലേ? അതാ മീനാക്ഷിപുരം സംഭവമൊക്കെ ഉണ്ടായില്ലേ പണ്ട് തമിഴ്നാട്ടില്? അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലും ഇത് കൊണ്ടുവന്നു. ഇത് 10-15 കൊല്ലം മുമ്പേ പല സംസ്ഥാനത്തും ഒക്കെ ഇത് നടപ്പാക്കിയിട്ടുണ്ട്. അത് ശരി. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ NIA ഏറ്റെടുത്തിട്ടില്ല. ഇല്ല, ഇത് അതായത് ആ NIA ഈ മഹാരാഷ്ട്ര സർക്കാർ ഇങ്ങനെ ഇതിൻ്റെ അകത്തൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. NIAക്ക് ഇത് വിട്ടിട്ടില്ല, NIA ഇത് ഏറ്റെടുത്തിട്ടുമില്ല. അതിനുള്ള വിവരങ്ങളും കൂടി വരണം. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഇപ്പൊ മഹാരാഷ്ട്ര പോലീസാണ്, SIT ആണ്. മഹാരാഷ്ട്ര പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അല്ലേ? ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. NIAക്ക് ഇനി രംഗപ്രവേശം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിതാഖാനെ കിട്ടണം. അതെ, നിതാഖാൻ ഭിവണ്ടി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ? പഴയ കുപ്രസിദ്ധമായ ഭിവണ്ടി അവിടെ ഉണ്ട് എന്നാണ് സംശയിക്കുന്നത്. ഓ, അല്ല, അപ്പോ ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിതാഖാന്റെ ഭർത്താവിനെ പിടിച്ചിരുന്നു. അപ്പൊ ഭർത്താവ് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ നിതാഖാൻ ഉണ്ടായിരുന്നില്ല. ഭർത്താവ് പറഞ്ഞ സ്ഥലത്ത് അവരില്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തായിരിക്കും ഒന്നുകിൽ. അപ്പോൾ പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിലവിലുള്ള നിയമപ്രകാരം കൺവെർഷൻ പോലും കുറ്റമല്ല എന്നാണല്ലോ വക്കീൽ വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഒളിവിലിരിക്കുന്നത്? അതെ, അവർക്കെതിരെ ഇതല്ലാതെ വേറെയും ധാരാളം പരാതികൾ ഉണ്ടല്ലോ. ഈ ഒരൊറ്റ കേസ് കൺവെർഷൻ മാത്രമല്ല. മതസ്പർദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വകുപ്പുകളും ഒക്കെ ഉണ്ട്. ചീറ്റിങ് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പീഡനമൊക്കെ ഉണ്ടല്ലോ, പീഡനത്തിന് ഒത്താശ ചെയ്തതും ഒക്കെ ഉണ്ടല്ലോ. പീഡനം ഉണ്ടാകും. ഡാനിഷ് ഷെയ്ഖിന്റെ അയാൾ ഭാര്യയും 2 കുട്ടികളും ഉള്ള ആളാണ്. വിവാഹ വാഗ്ദാനം ചെയ്ത് ആരെയാ പീഡിപ്പിച്ചത്? ഒരു ദലിത് യുവതിയാ, 23 വയസ്സുള്ള ദലിത് യുവതിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായ വകുപ്പുകളുണ്ട് ഈ എല്ലാവർക്കും അല്ലെ? ഈ കേസിൽ പെട്ട പലർക്കും അല്ലേ? 9 FIR ഉണ്ട്, 9 കേസാ. 9 കേസുണ്ട്, ഞാൻ കണ്ടു. അത് TCS മാനേജ്മെന്റ് ഈ ജീവനക്കാരെ കുറിച്ചുള്ള അവരുടെ സമീപനം എന്താ? ഈ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു കേസാണ്. എന്നാലും ലെൻസ്കാർട്ടിൻ്റെ TCSൻ്റെ ഒക്കെ നമ്മൾ അതിൻ്റെ പോളിസിയും എന്തുകൊണ്ട് പോളിസി ഇങ്ങനെ ആയി എന്നൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഈ പുറത്തു നിന്നുള്ള പണം ഈ കമ്പനികൾ ധാരാളമായിട്ട് സ്വീകരിക്കുന്നുണ്ട് എന്ന് കാണാം.
ആ ഇപ്പോൾ ലെൻസ്കാർട്ടിൽ തന്നെ ഇവിടെ അതിൻ്റെ ഇന്ത്യൻ ഉടമകളിൽ നിന്ന് നമ്മൾ കരുതുന്ന 2 പേർക്ക്, ഭാര്യയും ഭർത്താവും, അവർക്ക് 20% ഓഹരിയെ ലെൻസ്കാർട്ടിലുള്ളൂ. ഓ. ബാക്കി 80% പുറത്താ. പുറത്താ. അത് ശരി, വിദേശ കമ്പനികളാണിത്. അപ്പോൾ അതുകൊണ്ട് അവര് നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ, അതായത് ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമാണല്ലോ, അപ്പോൾ അവർക്ക് അവർ തന്നെ രക്ഷപ്പെടുത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് മുഴുവൻ ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് മറ്റേ ലെൻസ്കാർട്ടിൽ പൊട്ട്, തിലകം, സിന്ദൂരക്കുറി പാടില്ല, ചരടുകൾ കെട്ടാൻ പാടില്ല, രാഖി കെട്ടാൻ പാടില്ല എന്നൊക്കെ സർക്കുലർ വന്നത്. അത് ലെൻസ്കാർട്ടിൽ വാർത്ത വന്നിരുന്നു. അത് ശരി, ഒരു 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 പ്രത്യേക വിഭാഗം. ഈ ടാറ്റ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനും ഇങ്ങനെ വിദേശത്ത് നിന്നുള്ള ഈ ശരിയത്ത് ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതാണ് വിഷയം. അത് കമ്പനികൾക്ക് അങ്ങനെ സ്വീകരിക്കാനും പറ്റുമോ? അതെന്താന്ന് വെച്ചാൽ വേറെ കമ്പനികളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫ്രണ്ട് കമ്പനീസ്. ഓ ഓ ഓ ഓ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ സങ്കീർണമാണ് ഇത്തരം പ്രശ്നങ്ങളല്ലേ. NIA ഏറ്റെടുക്കാനാണ് അങ്ങനെ വന്ന സാധ്യതയുണ്ട്. അതിന് നിതാഖാനെ കിട്ടണമല്ലോ. നിതാഖാൻ എവിടെയാണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ ഒരു ധാരണ പോലീസിനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് മുൻകൂർ ജാമ്യാപേക്ഷ ഒരു കോടതിയിൽ ഇരിക്കുമ്പോൾ സാധാരണഗതിയിൽ പോലീസ് പിടികൂടാറില്ല. കാരണം ഡ്യൂ ടൈം കൊടുക്കും, സമയം കൊടുക്കുമ്പോൾ. കാരണം അതിൻ്റെ ഇടയ്ക്ക് ജഡ്ജിമാരും മനുഷ്യരാണല്ലോ. ജഡ്ജിമാർ ചിലപ്പോൾ വിരട്ടിയാൽ എന്ത് ചെയ്യുന്നൊക്കെയുള്ള വിഷയമൊക്കെ ഉണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഉള്ളപ്പോൾ നിരീക്ഷണത്തിലൊക്കെ ആയിരിക്കും അത് തള്ളിക്കഴിയാൻ. എന്നാലും ഇങ്ങനെ ഒരു സെൻസിറ്റീവായ കേസായിട്ട് പോലും വഴിവിട്ടൊന്നും മഹാരാഷ്ട്ര പോലീസും പെരുമാറുന്നില്ല. അവർക്ക് ആവശ്യത്തിന് സമയം കൊടുത്ത്, അല്ലേ, ഈ മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന സമീപനാണോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചർച്ചകളിൽ പറയാത്തൊരു കാര്യം പറയാം. ഈ ടാറ്റ സൺസ് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, മൊത്തത്തിൽ ഈ രത്തൻ ടാറ്റയൊക്കെ മരിച്ച ശേഷം ഈ ബോർഡ് മീറ്റിംഗ് ഇല്ലേ, ഈ 5-8 പേര് ഡയറക്ടർ ബോർഡിലുണ്ട് എന്ന് കരുതിക്കോ. ഈ ഡയറക്ടർ ബോർഡിൽ ഓരോരുത്തരും തമ്മിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ആ തർക്കം കാരണം ഈ ടാറ്റ തന്നെ, അത് മൊത്തം ടാറ്റ സ്ഥാപനങ്ങളെ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ ആളുകളെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ തർക്കിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ വിളിച്ചിട്ട് ഡൽഹിയിൽ അമിത്ഷായും സംസാരിച്ചിട്ടുണ്ട്, നിർമ്മല സീതാരാമനും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. ഞാൻ മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. നിങ്ങൾ മര്യാദയ്ക്ക് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നൊക്കെ അത്യാവശ്യം കേന്ദ്രം ഈ ടാറ്റ ഡയറക്ടർ ബോർഡിനെയൊക്കെ അത്യാവശ്യം വരട്ടിയതാണ്. പക്ഷെ അവരതൊന്നും കണക്കിലെടുത്തിട്ടില്ല. ഇങ്ങനൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. അപ്പം മാഷ് ചോദിച്ചതിൻ്റെ ഉത്തരം, എന്തിനാണ് മഹാരാഷ്ട്ര TCSനോട് വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഉത്തരം. തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ കമ്പനികൾ വലിയ പ്രത്യാഘാതം കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.